നമസ്കാരം. സ്റ്റാറ്റസ് ഷോസ് യുവർ ഫീലിംഗ്, ടോക്കിംഗ് ഹീൽസ് ദം. സ്റ്റാറ്റസ് ഇടുന്നത് വേദനകൾ കാണിക്കാനാണ്. എന്നാൽ ഹീലിംഗ് നടക്കണമെങ്കിൽ സംസാരിച്ചേ പറ്റൂ. എന്താണ് ഈ ഒരു വീഡിയോ അല്ലേ? പെട്ടെന്ന് തോന്നുകയാണ് എന്താണ് ഈ സബ്ജക്റ്റ്. നമ്മൾ കാണാറുണ്ട് പലരും സ്റ്റാറ്റസുകൾ ഇടുന്നത്. എന്തിനാണ്? അവരുടെ വിഷമങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ മൂഡുകൾ, അവരുടെ ഈഗോസ്, അവരുടെ ടെൻഷനുകൾ, അവരനുഭവിക്കുന്ന കാര്യങ്ങൾ, ഇവയൊക്കെ സ്റ്റാറ്റസിലൂടെ ആരെയും കാണിക്കണം. ശരിക്കും കാണേണ്ട ആളത് കാണുന്നുണ്ടോ? ചിലപ്പോൾ കാണേണ്ട ആളത് കാണുന്നില്ല. ചിലപ്പോൾ കാണുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും. നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനിടുന്ന ചില സ്റ്റാറ്റസുകൾ നമ്മൾ ആരെങ്കിലും ഉദ്ദേശിച്ചായിരിക്കും ഇടുന്നത് ആ സ്റ്റാറ്റസ്. പക്ഷെ അത് പലരും കാണാറുണ്ട്. ഞാൻ പറയുന്നത് കോമൺ സ്റ്റാറ്റസ് ഇടുന്നവരെ. ചിലരെ കാണിക്കാൻ മാത്രം സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട്. ചില ആളുകൾക്ക് മാത്രമേ ആ സ്റ്റാറ്റസ് കാണാൻ പറ്റൂ. കോമൺ ആയിട്ട് ആർക്കും കാണാൻ പറ്റില്ല. അത്ര വലിയ ബുദ്ധിയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷെ സാധാരണക്കാർ, അവർക്കൊരു വിഷമം വരുമ്പോൾ, ഒരു ദുഃഖം വരികയാണെങ്കിൽ അവർ സാഡ് സോങ്സ് ഇട്ടുകൊണ്ടിരിക്കും. അവർക്ക് സന്തോഷം വരികയാണെങ്കിൽ അവർ നല്ല മൂഡ്, അവർക്ക് റൊമാൻസ് വരികയാണെങ്കിൽ ആ മൂഡിലുള്ള സോങ്സ് ഇട്ടുകൊണ്ടിരിക്കും. ഇനിയും അവർക്ക് ദേഷ്യമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ സ്റ്റാറ്റസിലൂടെ കാണിക്കാം. ചിലർ അവരുടെ വേദനകൾ സ്റ്റാറ്റസിലൂടെ കാണിക്കും. ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ മറ്റൊരാളോട് പറയേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റാറ്റസ് ഇടുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് നമുക്ക് അവരോട് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ്, ഇല്ലേ അവർ നമ്മളെ വില കുറച്ച് കാണുമോ എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ അവർ നമ്മളെ ജഡ്ജ് ചെയ്യുമോ എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. ശരിക്കും നമ്മൾ ഈ സ്റ്റാറ്റസ് ഇടുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. പകരം നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ആ സംസാരിക്കേണ്ട ആളോട് നേരിട്ട് സംസാരിക്കുക, അല്ലെ അവർക്ക് നേരിട്ട് മെസ്സേജ് ചെയ്യുക. ഞാൻ പറയുന്നത് വീണ്ടും മനസ്സിലാക്കുക. ചില വ്യക്തികൾ, അല്ലെ ചില പ്രയാസം അനുഭവിക്കുന്നവർ, അല്ലെ കുറേ ആളുകൾ, അവർ തങ്ങളുടെ ദുഃഖങ്ങൾ, അല്ലെ തങ്ങളുടെ സന്തോഷം, അല്ലെ തങ്ങളുടെ ദേഷ്യം, ഇവയൊക്കെ സ്റ്റാറ്റസിലൂടെ ചിലരെ കാണിക്കാൻ ശ്രമിക്കും. അതുപോലെ അവരുടെ പേഴ്സണലായിട്ടുള്ള ചില പ്രോഗ്രാമുകൾ, അല്ലെങ്കിൽ അവരുടേതായ ചില സന്തോഷങ്ങൾ, ചിലർ ഞങ്ങൾ സന്തോഷിച്ചിരിക്കുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിടും. ചിലർ ഞങ്ങളുടെ ദുഃഖങ്ങൾ മറ്റുള്ളവർ കാണട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താണ് നേടുന്നത്? മറ്റുള്ളവർ കണ്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? അവർ നിങ്ങളെപ്പറ്റി മോശമായി ചിന്തിക്കും. അവർ അവരുടേതായ ജഡ്ജ്മെൻറ്റുകളിൽ പോകും. എന്തിനാണ്? നമ്മുടെ സന്തോഷവും ദുഃഖവും നമ്മുടേതാണ്. ഇപ്പം നമുക്കൊരു നല്ല അച്ചീവ്മെൻറ്റ് കിട്ടി, തീർച്ചയായും സ്റ്റാറ്റസ് ഇടാം. നമുക്കൊരു ആഡ്, നമ്മുടെ ഒരു പ്രോഗ്രാമിന് അഡ്വർടൈസ് ചെയ്യണം, സ്റ്റാറ്റസ് ഇടാം. നമ്മുടെ ഏറ്റവും വലിയൊരു ഫംഗ്ഷൻ നടക്കുന്നു, സ്റ്റാറ്റസ് ഇടാം, മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയുള്ളതാണ്. പക്ഷേ നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളും സ്വകാര്യ സന്തോഷങ്ങളും മറ്റുള്ളവരെ അറിയിച്ചിട്ട് എന്താണ് നേടേണ്ടത്? അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിലർ അവരുടെ ചില പ്രത്യേക സാഹചര്യത്തിലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ സ്റ്റാറ്റസ് ഇട്ടിട്ട് അത് അവർക്ക് കാണേണ്ട 1, 2, അല്ലെങ്കിൽ 5, 6 പേരായിരിക്കും. പക്ഷെ അത് ലോകം മുഴുവൻ കാണുകയാണ്. അങ്ങനെ കാണുമ്പോൾ ഇവരെ പറ്റി ഒരു തെറ്റായ ധാരണ വരും. നമ്മുടെ ഒരു പ്രയാസം, വിഷമം വന്നാൽ അത് നമ്മുടേതാണ്. നമുക്ക് ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് ആരോടെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ചങ്കുറ്റത്തോടെ പറയാം. നമുക്കൊന്നും നഷ്ടപ്പെടുത്തൊന്നുമില്ല. നമുക്കിപ്പം തോന്നുകയാണ് നമ്മളുടെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെ ചിലത് ഇന്നയാൾ അറിയണം, ഡയറക്റ്റ് മെസ്സേജ് ഇടുക. അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ മോശമായ മെസ്സേജ് ഇടുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ നമ്മളത് കോമൺ സ്റ്റാറ്റസിലൂടെ നമ്മുടെ ഫീലിങ്സ് ഇടുകയാണെങ്കിൽ തീർച്ചയായും അതിലൊരു ഹീലിംഗ് നടക്കില്ല. അത് നിങ്ങളെ കൂടുതൽ ഡൗൺ ആകും. ഓരോ സ്റ്റാറ്റസുകളും മറ്റാരൊക്കെ കാണുന്നു എന്ന് നിങ്ങൾ നോക്കുമ്പോൾ അത് നിങ്ങളെ കൂടുതൽ ഡൗണിലേക്ക് കൊണ്ടുപോകും. ഇതെൻ്റെ അഭിപ്രായമാണ്. വേണമെങ്കിൽ സ്വീകരിക്കാം. പക്ഷേ സ്റ്റാറ്റസ് ഇട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തളരരുത്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് അങ്ങനെ വരട്ടെ, നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.